ഹലോ മക്കളെ, നമ്മൾ 8ാം ക്ലാസ്സിന്റെ ഫോർ ദ കണ്ടിന്യൂറ്റി ഓഫ് ജനറേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ അഥവാ തലമുറകളുടെ തുടർച്ചയ്ക്കായി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പൂവിൽ നടക്കുന്ന അഥവാ പ്ലാന്റ്സിൽ സസ്യങ്ങളിൽ നടക്കുന്ന ഒരു റീപ്രൊഡക്ഷൻ. ഓക്കെ, അപ്പൊ മിസ് ഇതാ 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അത് പറഞ്ഞുതരാൻ പോവാണ്. അടിപൊളിയായിട്ട് കേട്ടോ. യെസ്, അപ്പൊ നമ്മളുടെ ഫീമെയിൽ പാർട്ട് അഥവാ നമ്മളുടെ സ്ത്രീ അവയവങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിസ്റ്റിൽ അഥവാ ഗൈനീഷ്യം എന്നാണ് അതിനെ പറയാ. ഓക്കെ, ഗൈനീഷ്യം അഥവാ പിസ്റ്റിൽ എന്ന് നമുക്ക് എന്ത് പറയാം? നമുക്ക് ഇംഗ്ലീഷിൽ പറയാം, മലയാളത്തിൽ ജനിക്കുട്ടി. ഓക്കെ, ജനിപുടം എന്ന് പറയാം. ഓക്കെ, ജനിപുടം. അപ്പൊ ഇതിനകത്ത് നമുക്ക് ആരൊക്കെ വരും എന്ന് നമുക്ക് നോക്കാം. അതിന്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങളും കൂടെ ഒന്ന് വരയ്ക്കാം. ഓക്കെ, സെപ്പൽ വരയ്ക്കുക. യെസ്, ദെൻ നമുക്ക് പെറ്റൽ വരയ്ക്കാം. ഓക്കെ, റെഡി? അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എന്ത്, നമ്മളുടെ പരാഗണ സ്ഥലം. പരാഗണ സ്ഥലം അഥവാ നമുക്ക് എന്ത് പറയാം, സ്റ്റിഗ്മ. ഓക്കെ, ദെൻ ഇതാണ് എന്ത്, നമ്മളുടെ സ്റ്റൈൽ അഥവാ ജനിദണ്ഡ്. ഓക്കെ, സ്റ്റൈൽ അഥവാ ജനിദണ്ഡ്. ഓക്കെ, ദെൻ താഴേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് കാണാം, ഓവറി കാണാം. ഓവറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒവ്യൂൾസ് കാണാം. ഓക്കെ, ഇത് ലേബൽ ചെയ്യാനൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, ഓവറി അഥവാ അണ്ഡാശയം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒവ്യൂള് കാണാം, അണ്ഡാശയം. ഓക്കെ, ദെൻ ഇതാണ് എന്ത്, നമ്മളെ ഫീമെയിൽ പാർട്ട്. ഇനി മെയിൽ പാർട്ടിലേക്ക് വരുമ്പോൾ അതിനെ നമ്മൾ എന്താ വിളിക്കുക, ആൻഡ്രീഷ്യം എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, ആൻഡ്രീഷ്യം അഥവാ സ്റ്റെയ്മൻ എന്ന് പറയാം. മലയാളത്തിൽ ഇതിനെ കേസരപുടം എന്ന് പറയാം. ഓക്കെ, മലയാളത്തിൽ ഇതിനെ കേസരപുടം എന്ന് പറയാം. ഇതിൽ ആരൊക്കെയാ വരിക? വേറെ ആരുമില്ല, നമ്മളുടെ ഫിലമെന്റും അഥവാ തന്തുകവും അതേപോലെ തന്നെ നമ്മളുടെ ആന്തറും. ഓക്കെ, പരാഗി. ഓക്കെ, ഇതാണ് ആര്, ആന്തർ. ആന്തർ അഥവാ പരാഗി. ഓക്കെ, ഇതിന്റെ മേലെയാണ് നമ്മുടെ പൊള്ളൻ ഗ്രെയിൻസ് അഥവാ പരാഗ രേണുക്കൾ ഉണ്ടാവുക. ഓറഞ്ച് കളറിലുള്ള ഇതാണ് നമ്മളുടെ ഫിലമെന്റ് എന്ന് പറയുന്നത് അഥവാ തന്തുകം എന്ന് പറയും. ഓക്കെ, അപ്പൊ ഭാഗങ്ങൾ ക്ലിയർ ആയല്ലോ. യെസ്, അപ്പോൾ നമ്മൾ പരാഗ രേണു അഥവാ പൊള്ളൻ ഗ്രെയിന് പരാഗി അഥവാ ആന്തറിൽ നിന്ന് സ്റ്റിഗ്മ അഥവാ പരാഗണ സ്ഥലത്ത് എത്തുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പോളിനേഷൻ അഥവാ പരാഗണം എന്ന് വിളിക്കുക. അങ്ങനെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, പോളൻ ഗ്രെയിൻ എന്ത് ചെയ്തു, ഇവിടെ എത്തി എന്ന് വിചാരിക്കുക. അങ്ങനെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് ഡെവലപ്പ് ചെയ്യും, പൊള്ളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്യും അല്ലെ. അപ്പൊ ഈ പൊള്ളൻ ട്യൂബ് വളരെ ഏത് ഭാഗത്തേക്കാ, ഓവറിയുടെ അടുത്തേക്കാ, അണ്ഡാശയത്തിന്റെ അടുത്തേക്കാ. അപ്പൊ ഇതിനുള്ളിൽ 2 ന്യൂക്ലിയസുകൾ ഉണ്ട്. ഒരു ന്യൂക്ലിയസിന്റെ പേരെന്താ, ഒരു ന്യൂക്ലിയസിന്റെ പേര് ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്നും രണ്ടാമത്തെ ന്യൂക്ലിയസിന്റെ പേര് ട്യൂബ് ന്യൂക്ലിയസ് എന്നുമാണ്. അപ്പൊ ട്യൂബ് ന്യൂക്ലിയസ് എന്തായി പോവും, താഴേക്ക് വരുന്ന വഴിക്ക് ഡീജനറേറ്റ് ആയി പോകും, നശിച്ചു പോകും. ജനറേറ്റീവ് ന്യൂക്ലിയസ് 2 പുംബീജങ്ങൾ അഥവാ 2 മെയിൽ ഗ്യാമീറ്റുകളായിട്ട് മാറും. ഓക്കെ, 2 മെയിൽ ഗ്യാമീറ്റുകളായിട്ട് മാറും. ഒന്നാം പുംബീജം എന്താ ചെയ്യുക, ഇതിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ഓവറിനെ നമ്മൾ ഇങ്ങനെ വലുതാക്കി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും എന്നറിയോ? യെസ്, ഇതിനുള്ളിൽ കുറച്ച് സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ നോക്കണ്ട, ഇപ്പം പഠിക്കേണ്ട ആവശ്യമില്ല, വലിയ ക്ലാസ്സിലെത്തുമ്പോൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ അണ്ഡം അഥവാ എഗ് ഉള്ളത്. ആൻഡ് നടുക്ക് നമുക്ക് പോളാർ ന്യൂക്ലിയൈ ഉണ്ട്. ഓക്കെ, സോ ഒന്നാം പുംബീജം ഓക്കെ, ഫസ്റ്റ് പുംബീജം എന്ത് ചെയ്യും, ഇതുമായിട്ട് നമ്മുടെ എഗ് അഥവാ അണ്ഡമായിട്ട് കൂടിച്ചേർന്ന് സിക്താണ്ഡം അഥവാ സൈഗോട്ട് ഉണ്ടാകും. രണ്ടാം പുംബീജം ഓക്കെ, രണ്ടാം പുംബീജം ഈ പോളാർ ന്യൂക്ലിയസുമായി കൂടിച്ചേർന്ന് എൻഡോസ്പേം ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യം കണ്ടോ, ഒരൊറ്റ പേജിൽ മിസ് 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, റെഡി? യെസ്, അപ്പോൾ നമ്മൾ പൊള്ളൻ ട്യൂബ് നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് മിസ് നോക്കട്ടെ. പൊള്ളൻ ട്യൂബ് അഥവാ പരാഗനാളി ഡെവലപ്പ് ആയ സമയത്ത് ഓക്കെ, പൊള്ളൻ ട്യൂബ് ഡെവലപ്പ് ആയ സമയത്ത് ഏത് ന്യൂക്ലിയസ് ആണ് നശിച്ചു പോയത് അഥവാ ഡിസിൻട്രിഗേറ്റ് ചെയ്ത് പോയത് എന്നുള്ളത് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അത് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്താൽ മിസ്സിന് മനസ്സിലാവും മിസ്സിൻ്റെ കുട്ടികളെല്ലാവരും കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു എന്നുള്ളത്. നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്.